Good morning, students. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് കറന്റ് ഇലക്ട്രിസിറ്റി. രണ്ട് ചാപ്റ്ററുകൾ നമ്മൾ കഴിഞ്ഞു. മൂന്നാമത്തെ ചാപ്റ്ററാണ് കറന്റ് ഇലക്ട്രിസിറ്റി. കറന്റ് എന്ന വാക്കിന് അർത്ഥം തന്നെ പ്രവാഹം എന്നാണ്, അല്ലെങ്കിൽ ഒഴുക്ക് എന്നാണ്. അപ്പം ചാർജുകളുടെ പ്രവാഹം, അതിനാണ് നമ്മൾ കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ രണ്ട് ചാപ്റ്ററുകളിൽ നമ്മൾ ചാർജ് റെസ്റ്റിലിരിക്കുന്ന സമയത്തെ കാര്യങ്ങളാണ് പഠിച്ചത്. ചാർജ് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, പൊട്ടൻഷ്യൽ, ഇതൊക്കെയാണ് കഴിഞ്ഞ രണ്ട് ചാപ്റ്ററുകളിൽ നമ്മൾ പഠിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറന്റിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ പ്രകൃതിയിൽ തന്നെ, നിത്യജീവിതത്തിൽ തന്നെ നമ്മൾ പല കറന്റിന്റെ ഫ്ലോയും ചാർജിന്റെ ഫ്ലോയും നമ്മൾ കാണാറുണ്ട്. നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ് ലൈറ്റനിങ്. ക്ലൗഡ്സിലുള്ള ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഫ്ലോ ആണ് നമുക്ക് ലൈറ്റനിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ കറന്റിനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പൊ കറന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മളൊരു ഏരിയയിൽ കൂടി, ഒരു സർഫസിൽ കൂടിയുള്ള അല്ലെങ്കിൽ ഒരു ഏരിയയിൽ കൂടിയുള്ള ചാർജ് ഫ്ലോ ചെയ്യുന്ന ചാർജിനെ കൺസിഡർ ചെയ്യുക. അപ്പൊ ഒരു ഏരിയയിൽ കൂടി ക്യൂ ചാർജ് ഫ്ലോ ചെയ്യുന്നു ടി ടൈം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, അതിനാണ് കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം കറന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഐ ആണ്. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇതാണ് കറന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന കറന്റ് സ്റ്റഡി കറന്റ് ആണ്. സ്റ്റഡി കറന്റ് എപ്പോഴും കറന്റ് സ്റ്റഡി കറന്റ് ആയിരിക്കില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ ലൈറ്റനിങ് കേസിലാണെങ്കിലും കറന്റ് സ്റ്റഡി അല്ല, കറന്റിന്റെ ടൈമിനനുസരിച്ച് കറന്റിൽ വേരിയേഷൻ വരുന്നു. അപ്പൊ നമ്മൾ അതിന് പകരം, സ്റ്റഡി കറന്റിന് പകരം നമ്മളിവിടെ ഇൻസ്റ്റന്റീനിയസ് കറന്റ് കണ്ടുപിടിക്കുന്നു. ഓരോ ടൈമിനനുസരിച്ച് കറന്റിന് വേരിയേഷൻ വരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഇത് ഇൻസ്റ്റന്റീനിയസ് കറന്റ്. ഇൻസ്റ്റന്റീനിയസ് കറന്റ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ ടൈം ഡെൽറ്റ ടി ടൈമില് ഫ്ലോ ചെയ്യുന്ന ചാർജ് ആണ് ഡെൽറ്റ ക്യൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കറന്റ് ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടിയുടെ വാല്യൂ നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നു, ടെൻസ് ടു 0 ആക്കുന്നു. ദെൻ ഇൻസ്റ്റന്റീനിയസ് കറന്റ് ഐ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഒന്നുകൂടി മാറ്റി എഴുതിയാൽ എന്ത് എഴുതാം? ഡി ക്യൂ ബൈ ഡി ടി. ഡി ക്യൂ ബൈ ഡി ടി. ഇനി കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കറന്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പെടുന്ന ഒരു എലമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കറന്റിന്റെ യൂണിറ്റ് എന്താണ്? എസ് ഐ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആംബിയർ. അതാണ് കറന്റിന്റെ എസ് ഐ യൂണിറ്റ്. അപ്പൊ ഈ ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് 1 ആംബിയറിനെ ഡിഫൈൻ ചെയ്യാം. എന്താണ്? 1 ആംബിയർ ഇസ് ഈക്വൽ ടു 1 കൂളം ബൈ 1 സെക്കൻഡ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടി 1 സെക്കൻഡ് സമയം കൊണ്ട് 1 കൂളം ചാർജ് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആംബിയർ ആയിരിക്കും. കറന്റ് എന്ന് പറയുന്നത്, ഒരു കാര്യം കൂടി ഓർക്കുക, കറന്റ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സ്കേലാർ ക്വാണ്ടിറ്റി. ഇനി കറന്റ് ഫ്ലോ ചെയ്യുന്ന കേസ് നമ്മൾ പറഞ്ഞു. ഇതിലേക്കൂടിയാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. കറന്റിനെ കടത്തിവിടുന്ന മെറ്റീരിയൽസ് നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. എന്താണ് കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത? കണ്ടക്ടേഴ്സ്, ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് നമ്മൾ പഠിച്ചു. കണ്ടക്ടേഴ്സിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ ഏതൊരു കണ്ടക്ടറിനെ, മെറ്റലിനെ എടുത്താലും അതിനെന്താണ്? അതിന് ചുറ്റും, ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ പല ഓർബിറ്റിൽ കൂടി റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് ഈ ആറ്റവുമായിട്ട് എങ്ങനെയായിരിക്കും? ലൂസ്ലി ബൗണ്ട് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഇലക്ട്രോണിനെ പറയുന്നത് എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയും. അപ്പൊ നമ്മൾ കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, അതിന്റെ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യും, റാൻഡംലി മൂവ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിന് ചുറ്റുമുള്ള ആറ്റംസുമായിട്ട് അത് എന്ത് ചെയ്യും? ആറ്റോമിക് സെന്റേഴ്സുമായിട്ട് അത് കൊളൈഡ് ചെയ്യും. അങ്ങനെ കൊളീഷൻ നടക്കുന്നുണ്ടെങ്കിലും നമ്മളൊരു സാധാരണഗതിയിൽ ഇതിന്റെ ആവറേജ് വെലോസിറ്റി എടുത്താൽ ഈ കേസിൽ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ആവറേജ് വെലോസിറ്റി 0 വരും. 0. അപ്പൊ ഈ കേസിൽ എന്താണ്? കറന്റ് എന്ന് പറയുന്നത് എന്താണ്? കറന്റ് ഈസ് ഈക്വൽ ടു 0 വരും. അപ്പൊ ആവറേജ് വെലോസിറ്റി 0 ആണ് എന്ന് പറഞ്ഞാൽ മോഷൻ ഇല്ല. അപ്പൊ കറന്റിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇനി ഈ കണ്ടക്ടേഴ്സിൽ തന്നെ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് അന്നേരം റാൻഡംലി മൂവ് ചെയ്യും, സെന്റേഴ്സുമായിട്ട് എന്ത് ചെയ്യും? കൂട്ടിയിടിക്കും, അറ്റോമിക് സെന്റേഴ്സുമായിട്ട് കൊളീഷൻസ് നടക്കും. പക്ഷെ ഇവിടെ അതിന്റെ പൊസിഷന്, ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിലൊക്കെ ചിലപ്പം കുറച്ച് മാറ്റമൊക്കെ വരും. അപ്പോൾ ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി എടുത്താൽ ആവറേജ് വെലോസിറ്റി, രണ്ടാമത്തെ കേസിലെ ആവറേജ് വെലോസിറ്റി എന്താണ്? വെലോസിറ്റി നോട്ട് 0 ആണ്. അതുകൊണ്ട് എന്തുണ്ട്? കറന്റ്
നോട്ട് സീറോ ആണ്. ഇത് ഈ കേസ് എന്ന് പറയുന്നത് ഏതാണ്? ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് മീൻസ് ഇ ഈസ് ഈക്വൽ ടു സീറോ. ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇ നോട്ട് ഈക്വൽ ടു സീറോ. ഇനി കറന്റിന്റെ ഡയറക്ഷൻ നമ്മൾ എടുക്കുന്നത് എപ്പോഴും പോസിറ്റീവ് ചാർജിന്റെ മൂവ്മെന്റ്സിന്റെ ഡയറക്ഷനാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ കറന്റിന്റെ ഡയറക്ഷൻ എടുക്കുക. അപ്പൊ ഡയറക്ഷൻ ഓഫ് കറന്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് ചാർജ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡയറക്ഷൻ ഓഫ് കറന്റ് ഈസ് ദ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കറന്റിനെ കുറിച്ച് ബേസിക് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്കറിയാം നമ്മൾ പഠിക്കാൻ പോകുന്ന ലോ ആണ് ഓംസ് ലോ. ഓംസ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ലോ ആണ്. കറന്റ് ഇലക്ട്രിസിറ്റിയിലെ ലോ ആണ് ഓംസ് ലോ എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഓംസ് ലോ പറയുന്നത്. ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കണ്ടക്ടറിൽ വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ ആണ്. പി ഡി ബിറ്റ്വീൻ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ. ഐ എന്ന് പറയുന്നത് അതിൽ കൂടിയുള്ള കറന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓംസ് ലോ പറയുന്നത് എന്താണ്? വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. ദാറ്റ് ഈസ് പ്രൊപ്പോർഷൻ ആയിട്ട് മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന പേരാണ് ആർ. ബി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ. ആർ നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് റെസിസ്റ്റൻസ്? കറന്റ് ഫ്ലോയ്ക്ക് ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസ്, പ്രതിരോധം. അപ്പൊ ആർ എന്ന് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമ്മൾ എടുക്കുന്നത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം. റെസിസ്റ്റൻസ്. ഇനി വി ഇസ് ഈക്വൽ ടു ആർ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ആർ ഇസ് ഈക്വൽ ടു എന്തെടുക്കാം? ബി ബൈ ഐ എടുക്കാം. ബി ബൈ ഐ. ആർ ഇസ് ഈക്വൽ ടു ബി ബൈ ഐ ആണ്. ഇനി റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ നമ്മൾ പറയുന്ന പേരാണ് 1 ബൈ ആർ ഇസ് ഈക്വൽ ടു സി. എന്ന് പറയുന്ന പേരാണ് കണ്ടക്ടൻസ്. കണ്ടക്ടൻസ്. അപ്പൊ അതിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? ഓം റേസ് ടു -1. നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് മോ. ഓം റേസ് ടു -1 അല്ലെങ്കിൽ മോ എന്ന് പറയും. അപ്പൊ ഈ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഡയമെൻഷൻസ് ഓഫ് ദ കണ്ടക്ടർ. ഡയമെൻഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ലെന്ത്, തിക്നെസ് ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡയമെൻഷൻ ഓഫ് ദ കണ്ടക്ടർ. അപ്പൊ ഇവിടെ നമുക്ക് മെറ്റീരിയൽ അനുസരിച്ച് എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസിന് വ്യത്യാസം വരും. അതുപോലെ തന്നെ ഡയമെൻഷൻസ് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പൊ നമുക്കൊരു ഒരു കണ്ടക്ടറിന്റെ പീസ് നമ്മൾ ഇത്രയും എടുക്കുന്നു. ഇതിന്റെ ലെന്ത് എന്ന് പറയുന്നത് എല്ലാണ് നമ്മൾ എടുത്തത്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ പൊട്ടൻഷ്യലിനെ നമുക്ക് വി കൊണ്ട് എടുക്കാം. വി ആണ് ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറന്റ് എന്ന് പറയുന്നത് ഐ ആണ്. ഓക്കെ, അപ്പൊ ഈ കേസിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ആർ ഈസ് ഈക്വൽ ടു ബി ബൈ ഐ എന്ന് കൊടുക്കാം. ലെന്ത്. ഇനി ഇതിന് പകരം നമ്മൾ ഇതേ ലെന്തിലുള്ള മറ്റൊരു കണ്ടക്ടറിനെയും കൂടി വെച്ചു. 2 കണ്ടക്ടേഴ്സ് വന്നു. അതിനെങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഇതിലെ നമ്മൾ മറ്റൊരു കണ്ടക്ടേഴ്സിനെ, അതേ ലെന്തുള്ള മറ്റൊരു കണ്ടക്ടേഴ്സിനെ വരുന്നു. ഇവിടുത്തെ ലെന്ത് എല്ലാണ്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഒരു പൊട്ടൻഷ്യൽ വന്നു. പൊട്ടൻഷ്യൽ വി വരുന്നു. ഇതിൽ കൂടിയുള്ള സർക്യൂട്ടായിട്ട് ബാറ്ററി ആയിട്ട് കണക്ട് കറന്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിം കറന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ആർ ഡാഷ് ഇസ് ഈക്വൽ ടു വി എന്നുള്ള എന്തായിട്ട് മാറി 2BI. കറന്റ് അപ്പോഴും എന്താണ്? ഐ ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പറയാം ആർ ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 2R എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ലെന്ത് കൂടിയതനുസരിച്ച് റെസിസ്റ്റൻസിന് എന്ത് സംഭവിച്ചു? റെസിസ്റ്റൻസ് കൂടി. ഇനി നമ്മൾ ഇതുപോലെ തന്നെ മറ്റൊരു എടുക്കുന്നു. കണ്ടക്ടറിന്റെ ലെന്ത് എന്ന് പറയുന്നത് എല്ലാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യലിന്റെ വി ആണ്. കറന്റ് എന്ന് പറയുന്നത് ഐ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആർ എന്ന് പറയുന്നത് വി ബൈ ഐ കിട്ടി. ഇനി ഇതേപോലെ തന്നെ ഇതേ ഏരിയയിലുള്ള മറ്റൊരു കണ്ടക്ടർ നമ്മൾ കൊണ്ടുവരുന്നു. അപ്പൊ ഇവിടുത്തെ കറന്റ് പൊട്ടൻഷ്യൽ സെയിം ആണ്. കണക്ട് ചെയ്യുമ്പോൾ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ രണ്ടിലും സെയിം ആണ്. കറന്റ് ഇവിടെ എന്ത് വരും? ഈ കേസിൽ ഒരു ഐ ഉണ്ട്, ഈ കേസിൽ ഒരു ഐ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് ആർ ഡബിൾ ഡാഷിന് കൊടുക്കാം. ആർ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് വരും? വി ബൈ ഐ. വിക്ക് പകരം വി, ഐക്ക് പകരം എന്ത് കൊടുത്തു? 2I കൊടുത്തു. എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു വി ബൈ ഐക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ആർ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു വി ബൈ ഐക്ക് നമുക്ക് ഇവിടെ എഴുതാം
ആർ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു വി ബൈ ഐക്ക് നമുക്ക് 6 കൊടുക്കാം. therefore ഇവിടെ നമുക്ക് കിട്ടുന്ന r/2 ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം പറയാം. റെസിസ്റ്റൻസ് ലെന്ത് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് എന്താ പ്രൊപ്പോർഷണൽ ടു ആണ്. ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ. അടുത്ത എന്താണ് എന്ത് സംഭവിച്ചത്? ഏരിയ കൂടുതലനുസരിച്ച് റെസിസ്റ്റൻസ് കുറഞ്ഞു. അപ്പൊ എന്താണ് ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ എന്ന് എഴുതാം. അപ്പൊ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ രണ്ടും കൂടി ഒരുമിച്ച് എഴുതുവാണെങ്കിൽ. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്തു. കോൺസ്റ്റന്റ് നമ്മൾ പറയുന്നതാണ് റോ എൽ ബൈ എ. റോ എൽ ബൈ എ. ഈ റോയ്ക്ക് പറയുന്ന പേരാണ് എന്താണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ഓരോ മെറ്റീരിയൽ അനുസരിച്ച് റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. എന്താണ് റെസിസ്റ്റിവിറ്റി ഒരിക്കലും ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ലെന്തിനെയോ ഏരിയനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റെസിസ്റ്റിവിറ്റി ഓരോ മെറ്റീരിയലിന് ഒരു പർട്ടിക്കുലർ റെസിസ്റ്റിവിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇതിൽ നിന്ന് നമുക്ക് എന്താ റോ ഈസ് ഈക്വൽ ടു എഴുതാം. റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ എന്ന് എഴുതാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. ഒരു കാര്യം കൂടി ഇവിടെയുണ്ട്. കണ്ടക്ടൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് 1/r is equal to C കണ്ടക്ടൻസ് ആണ്. അപ്പൊ അതുപോലെ 1/ρ is equal to നമ്മൾ അതിന് പറയുന്ന പേരാണ് സിഗ്മ. സിഗ്മയ്ക്ക് പറയുന്ന പേരാണ് കണ്ടക്ടിവിറ്റി. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ohm⁻⁻1 m⁻⁻1 നമുക്ക് കിട്ടും. ഈ ഇക്വേഷനകത്തുനിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഓംസ് ലോയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ. അതാണ് നമ്മൾ വി കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. അതിൽ കൂടി അപ്പം ഫ്ലോ ചെയ്യുന്ന കറന്റിനെ നമ്മൾ ഐ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഓംസ് ലോ അനുസരിച്ച് എന്താണ്? വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ, ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ആർ. ആർ എന്ന് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. ഓക്കെ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പേരാണ് കണ്ടക്ടൻസ്. ഇനി നമ്മൾ ഈ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സിനെ കണ്ടുപിടിച്ചു. ഒന്ന് മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. 2 ഡയമെൻഷൻസ് ഓഫ് ദ കണ്ടക്ടർ. ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഏരിയയും ലെന്തും ഒക്കെ. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു കണ്ടക്ടറിനെ കൺസിഡർ ചെയ്തു. അതിന്റെ ലെന്ത്, അവിടുത്തെ വോൾട്ടേജ്, അവിടുത്തെ കറന്റ് ഐ ഇതാണെങ്കിൽ അവിടെ നമുക്ക് റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു വി ഐ കിട്ടും. അതിന്റെ സെയിം ലെന്തിലുള്ള മറ്റൊരു കണ്ടക്ടറോട് കൊണ്ടുവന്നു. അപ്പൊ കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ലെന്ത് കൂടുന്നതനുസരിച്ച് ഇതിന്റെ പൊട്ടൻഷ്യൽ കൂടി അല്ലെ? അപ്പൊ നമുക്ക് ആർ ഡാഷ് ഈസ് ഈക്വൽ ടു 2v/i എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആർ ഡാഷ് ഈസ് ഈക്വൽ ടു 2r എന്ന് പറഞ്ഞാൽ ലെന്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു. ഇനി നമ്മൾ ഇതിന്റെ തിക്നെസ്സിൽ വ്യത്യാസം വരുത്തുന്നു. തിക്നെസ് ഓർ ഏരിയ ക്രോസ് സെക്ഷനിൽ വ്യത്യാസം വരുത്തി. അപ്പൊ ഇവിടെ എന്താണ്? ഫസ്റ്റ് ഒരു കണ്ടക്ടറിന്റെ സെയിമിൽ മറ്റൊരു കണ്ടക്ടർ കൊണ്ടുവന്നു. പൊട്ടൻഷ്യലിൽ വ്യത്യാസമില്ല, ബി രണ്ടില് സെയിം ആണ്. പക്ഷെ ഇതിൽ വ്യത്യാസമുണ്ട്, ഐയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതാ ഇവിടെ ഒരു ഐ, ഇവിടെ ഒരു ഐ. അപ്പൊ ഇവിടെ ആർ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു v/2i എന്ന് നമുക്ക് കൊടുക്കാം. v/i നമുക്ക് എന്താണെന്ന് അറിയാം, ആറാണ്. therefore ആർ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു r/2. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പറഞ്ഞു എന്താണ്? റെസിസ്റ്റൻസിന്റെ ലെന്ത് കൂടുന്നതനുസരിച്ച് കണ്ടക്ടറിന്റെ ലെന്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, രണ്ടുകൂടി ഒരുമിച്ച് എഴുതാണ് ഇവിടെ. അതിനകത്ത് നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ കിട്ടി, യൂണിറ്റ് കിട്ടി. റെസിപ്രോക്കൽ ഓഫ് ദ റെസിസ്റ്റിവിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്ടിവിറ്റി. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടേമാണ് കറന്റ് ഡെൻസിറ്റി. കറന്റ് ഡെൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ജെ കൊണ്ടാണ്, സ്മോൾ ലെറ്റർ ജെ കൊണ്ടാണ്. കറന്റ് ഡെൻസിറ്റി ഈസ് ദ കറന്റ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ. അപ്പൊ ജെ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? I/N എന്ന് എഴുതാം. കറന്റ് പെർ ഏരിയ. യൂണിറ്റ് എടുക്കുവാണെങ്കിൽ എന്താണ്? കറന്റ് യൂണിറ്റ് ആംബിയർ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. A/m² നമുക്ക് കിട്ടും കറന്റ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ടാണ്. കറന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്കെലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ്. എന്നാൽ കറന്റ് ഡെൻസിറ്റി വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ ക്വാണ്ടിറ്റി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കറന്റ് ഡെൻസിറ്റിയുടെ ടേംസിലുള്ള ഓംസ് ലോ. ഓംസ് ലോ ഇൻ ടേംസ് ഓഫ് ജെ. കറന്റ് ഡെൻസിറ്റി ജെയുടെ ടേംസിലുള്ള ഓംസ് ലോ ആണ് പഠിക്കുന്നത്. എന്താണ് ഓംസ് ലോ? നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ്. ആർ എന്താണെന്ന് നമ്മൾ കണ്ടു. ആർ ഈസ് ഈക്വൽ ടു റോ L/A ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? വി ഈസ് ഈക്വൽ ടു ഐ, ആറിന് പകരം റോ L/A എന്ന് കൊടുക്കാം.
ഓക്കെ, ഇനി ഇതിനൊന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ബി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? റോ എല്ലിനെ വെളിയിലോട്ട് ഇട്ടു, അടുത്ത് I/A. ഈ I/A എന്ന് പറയുന്നത് എന്താണ്? കറന്റ് ഡെൻസിറ്റി J ആണ്. ദാറ്റ് ഈസ് B ഇസ് ഈക്വൽ ടു റോ എൽ ഇൻറ്റു J വരും, ഇക്വേഷൻ 1. ഓക്കെ, B ഇസ് ഈക്വൽ ടു IR, ആറിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനകത്തുനിന്ന് എന്താണ്? റോ എല്ലിനെ മാറ്റിയെടുത്തു. അപ്പൊ നമുക്ക് I/A കിട്ടി. I/A എന്താണെന്ന് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു. എന്താണ്? കറന്റ് ഡെൻസിറ്റി. V ഇസ് ഈക്വൽ ടു റോ എൽ J എന്ന് കിട്ടി. അതിനെ നമ്മൾ ഇക്വേഷൻ 1 കൊടുത്തു. ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്താണ്? V ഇസ് ഈക്വൽ ടു E ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ് ലെന്ത് ആണ്. അപ്പൊ എന്ത് വരും? L എടുക്കാം. V ഇസ് ഈക്വൽ ടു EL, ഇക്വേഷൻ 2. 1ഉം 2ഉം കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. രണ്ടും വിയുടെ ഇക്വേഷൻ ആണ്. 1ഉം 2ഉം കൂടി കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടും ഫ്രം 1 and 2. EL ഇസ് ഈക്വൽ ടു റോ എൽ J. L രണ്ടിലും ഉണ്ട്, അത് ക്യാൻസൽ ആയി പോയി. therefore E ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? റോ J എന്ന് കിട്ടും. ഇനി റോ എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റി ഇസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി നമുക്ക് കണ്ടക്ടിവിറ്റി എടുക്കാം. റോ ഇസ് ഈക്വൽ ടു എന്ത് വരും? 1/σ ആണ്. അപ്പൊ സിഗ്മയ്ക്ക് ഇവിടെ കൊടുക്കാം. E ഇസ് ഈക്വൽ ടു റോയ്ക്ക് പകരം നമ്മൾ 1/σ ഇൻറ്റു J കൊടുക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൊടുക്കാം? ഇതെടുക്കാം. J ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു E എന്ന് എടുക്കാം. ഇതും എന്താണ്? ഓംസ് ലോയുടെ മറ്റൊരു ഫോമാണ്. J ഇസ് ഈക്വൽ ടു സിഗ്മ E. അപ്പം J എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഡയറക്ഷൻ ഉണ്ട്. Jയുടെ ഡയറക്ഷൻ ഏതാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പം ഇതിനെ നമ്മൾ വെക്ടർ ഫോമോ ഓംസ് ലോ അല്ലെങ്കിൽ അനദർ ഫോമോ ഓംസ് ലോ. J ഇസ് ഈക്വൽ ടു സിഗ്മ E, അതുപോലെ E ഇസ് ഈക്വൽ ടു എന്താണ്? റോ J. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രിപ്റ്റ് വെലോസിറ്റി ആൻഡ് ട്രിപ്റ്റ് കറന്റ് ആണ്. നമ്മൾ കണ്ടക്ടേഴ്സിന്റെ കേസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടക്ടേഴ്സിന് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് റാൻഡം ആയിട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഈ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ആവറേജ് വെലോസിറ്റി നമ്മൾ എടുത്താൽ 0 ആണ് നമുക്ക് കിട്ടുക. അതേ പൊസിഷൻ, വലിയൊരു സ്ഥാനചലനം ഒന്നും ഇലക്ട്രോൺസിന് സംഭവിക്കുന്നില്ല. ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന കേസിൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മളിവിടെ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ ഒരു കണ്ടക്ടർ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്നു. ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ നമ്മുടെ കണ്ടക്ടർ കൺസിഡർ ചെയ്തു. ഓക്കെ, കണ്ടക്ടറിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിനൊരു ട്രിപ്റ്റ് സംഭവിക്കും. ആവറേജ് വെലോസിറ്റി എടുക്കുമ്പോൾ അതിനൊരു മോഷൻ ഉണ്ടായി, അതിന്റെ സ്ഥാനത്ത് നിന്ന് അതിന് ചലനം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അതിനെന്തുണ്ടാവും? ഒരു വെലോസിറ്റി ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്സ് ഇങ്ങനെ വരും. അപ്പൊ ഈ കേസിൽ ഈ വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ട്രിപ്റ്റ് വെലോസിറ്റി എന്ന് പറയും. ഇലക്ട്രോൺസിന് കിട്ടുന്ന വെലോസിറ്റി, സ്ഥാനചലനം കൊണ്ട് കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് കൊണ്ട് ഇലക്ട്രോൺസിന് കിട്ടുന്ന ആവറേജ് വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ട്രിപ്റ്റ് വെലോസിറ്റി. ഇനി അതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നമുക്കറിയാം ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. F is equal to QE ആണ്. ഇവിടെ നമ്മൾ വെക്കുന്ന ഇലക്ട്രോൺസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? -E എന്ന് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്ക് ഇവിടെ ഐസൊലേഷൻ കണ്ടുപിടിക്കാം. ഐസൊലേഷൻ A is equal to F/m. F എന്ന് പറയുന്നത് എന്താണ്? -EE/m കിട്ടും ഐസൊലേഷൻ. ഇനി ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രോണിന്റെ കേസ് നമ്മൾ എടുക്കുകയാണ്. ith ഇലക്ട്രോണിന്റെ കേസ് നമ്മൾ എടുക്കുന്നു. ith ഇലക്ട്രോണിന് കിട്ടുന്ന ട്രിപ്റ്റിന് ശേഷം കിട്ടുന്ന വെലോസിറ്റി അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ വെലോസിറ്റിയെ നമ്മൾ VI കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ith ഇലക്ട്രോണിന് കിട്ടുന്ന വെലോസിറ്റി. അപ്പൊ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്. T ടൈമിന് ശേഷം ട്രിപ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത സമയമാണ് T ടൈം. അപ്പം ith ആയതുകൊണ്ട് ith ഇലക്ട്രോൺ ആയതുകൊണ്ട് നമ്മൾ അതിന് ടൈമിന് T ആയി കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്. V is equal to V0 plus ET. ഇവിടെ നമ്മൾ V0 ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ VI കൊടുക്കുന്നു. ഇത് ക്യാപിറ്റൽ V കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടുകൂടി കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി. പ്ലസിന് പകരം ഇവിടെ +AT. AT എന്ന് പറയുമ്പോൾ എന്ത് വരും? -EE/m ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് ഇവിടെ ith ഇലക്ട്രോൺ ആയതുകൊണ്ട് TI എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ എടുക്കുക. ഇത് ith ഇലക്ട്രോണിന്റെ മാത്രം കേസ്. എല്ലാ ഇലക്ട്രോൺസിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്? VI is equal to എന്ത് കിട്ടും? 0 കിട്ടും. TIക്ക് പകരം
ith ഇലക്ട്രോണിന്റെ കേസിന് പകരം നമുക്ക് ടോ എന്ന് കൊടുക്കാം. ടോ എന്ന് പറയുന്നത് എന്താണ്? റാൻഡംലി മൂവ് ചെയ്യുമ്പോൾ ഇത് അറ്റോമിക് സെന്റേഴ്സുമായിട്ട് കൊളീഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കാൻ വേണ്ടി ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ടോ. അപ്പൊ എല്ലാ ഇലക്ട്രോൺസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന വെലോസിറ്റി, ഇലക്ട്രോണിന് കിട്ടുന്ന വെലോസിറ്റി, എവിടെ? ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിൽ കിട്ടുന്ന വെലോസിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് വി ഡി. വി ഡി ഇസ് ഈക്വൽ ടു എന്താണ്? വി ഐയുടെ വാല്യൂ എന്തായിട്ട് പോയി? 0 ആയിട്ട് പോയി. പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്? മൈനസ് ഇ ബൈ എം ഇൻറ്റു എന്ത് വരും? ടോ വരും. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ കണ്ടക്ടർ വെൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഇലക്ട്രോണിന് കിട്ടുന്ന, കണ്ടക്ടറിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് കിട്ടുന്ന ആവറേജ് വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇ എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ആണ്. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. എം എന്ന് പറയുന്നത് മാസ് ആണ്. ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം ദ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. ഇതിന്റെ സ്കേലാർ ഫോമിൽ നമ്മൾ എഴുതുവാണെങ്കിൽ ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് നമുക്ക് പറയും. ഡ്രിഫ്റ്റ് സ്പീഡ് ഈസ് ഈക്വൽ ടു മാറ്റി എഴുതിയാൽ എന്താ? ഇ ബൈ എം ഇൻറ്റു ടോ. ഡ്രിഫ്റ്റ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു ടോ. ഇപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് കണ്ടു. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഒരു കണ്ടക്ടറിലെ ഇലക്ട്രോൺസിന് കിട്ടുന്ന ആവറേജ് വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന, പഠിക്കാൻ പോകുന്ന ഡ്രിഫ്റ്റ് കറന്റ് ആണ്. ഡ്രിഫ്റ്റ് കറന്റിന് നമ്മൾ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു. കണ്ടക്ടർ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള കണ്ടക്ടറാണ്. അതിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എ ആയിട്ട് എടുത്തു. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നു. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇലക്ട്രോൺസിന്റെ വെലോസിറ്റിക്ക് നമുക്ക് എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാം? വി ഡി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടുന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എക്സ്. വെലോസിറ്റി ഇവിടുന്ന് ഇവിടെ വരെ എത്തുന്ന ടൈം എന്ന് പറയുന്നത് ഡെൽറ്റ ടി ആണ്. അപ്പൊ ഒരു കണ്ടക്ടറിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എ ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ട് എടുത്താൽ ഇങ്ങനെ എടുക്കണം. വിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട്. തിരിച്ചാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ ഇങ്ങോട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ നമ്മൾ ഇങ്ങോട്ട് എടുക്കണം. നേരെ ഓപ്പോസിറ്റ് എടുക്കണം. ഓക്കെ, ഇതാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. വി ഡി ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ കേസിൽ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇവിടുത്തെ കറന്റ് കണ്ടുപിടിക്കാൻ പോകണം. കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? Q by T ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ചാർജ് കണ്ടുപിടിക്കണം. ഡ്രിഫ്റ്റ് കറന്റ് ഡ്രിഫ്റ്റ് കറന്റ്. അപ്പൊ ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? ഈ കേസിൽ വോളിയം ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. ഈ വോളിയത്തിലുള്ള നമ്പർ ഡെൻസിറ്റി, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, അതിനെ നമ്മൾ N കൊണ്ട് എടുത്തു. N ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തായിരിക്കും? N ഇൻറ്റു നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ പെർ യൂണിറ്റ് വോളിയം. N ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. നമുക്കറിയാം ഈ ഇലക്ട്രോൺസ് ഇവിടം വരെ മൂവ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം ഡെൽറ്റ ടി ആണ്. വെലോസിറ്റി വി ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഫിഗറിൽ നമുക്ക് കിട്ടും വി ഡി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കൊടുക്കാം. എന്ത് കൊടുക്കാം? എൻ ഇൻറ്റു എ ഇൻറ്റു വി ഡി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. ഇനി ഇത് ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ടോട്ടൽ ചാർജ്, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? ഇ ആണ്. അപ്പൊ ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി ഇൻറ്റു ഡെൽറ്റ ടി. നമുക്ക് വേണ്ട ടോട്ടൽ ചാർജ് കിട്ടും. ചാർജ് ഡെൽറ്റ ക്യൂ ടൈം കൊണ്ടുണ്ടാകുന്ന ചാർജ്. ഓക്കെ, ദെൻ കറന്റ് ഐ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഇവിടെ നമ്മൾ വരുവാണെങ്കിൽ എന്ത് ക്യാൻസൽ ആയി പോകും? ഡെൽറ്റ ടി ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എൻ ഇ എ വി ഡി കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ കറണ്ടിനെ വി ഡിയുടെ ടേമിലോട്ട് മാറ്റുക. വി ഡി എന്താണ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ഡ്രിഫ്റ്റ് സ്പീഡ് എടുക്കുന്നു. therefore I is equal to N E A. വീഡിക്ക് പകരം നമ്മൾ വീണ്ടും എന്ത് കൊടുത്തു? E M ടോ എന്ന് കൊടുത്തു. ഒന്നുകൂടി മാറ്റി എഴുതിയാൽ എന്താണ്? N E വരുമ്പോൾ E സ്ക്വയർ വരും. A E ടോ ബൈ M എന്ന് കിട്ടും. ടോ ബൈ M. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്.
കറണ്ട് കഴിഞ്ഞ പോർഷനിൽ പഠിച്ചാണ് J is equal to കറണ്ട് ഡെൻസിറ്റി J is equal to എന്താണ് I/A ആണ്. I/A. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് എന്തെടുക്കാം? I/A. I എന്ന് പറഞ്ഞ ഇതാണ്. then E സ്ക്വയർ E ടോ ബൈ എന്ത് വരണം? M വരണം. N E സ്ക്വയർ N E സ്ക്വയർ E ടോ ബൈ M. അടുത്ത ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചാണ്. കൂടെ തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ് J is equal to സിഗ്മ E ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് പറയാം സിഗ്മ is equal to എന്താണ് സിഗ്മ? കണ്ടക്ടിവിറ്റി സിഗ്മ is equal to എന്ത് വരും? N E സ്ക്വയർ ഈ മാറ്റിയിട്ട് ബാക്കിയുള്ളത് ടോ ബൈ M ആണ്. N E സ്ക്വയർ ടോ ബൈ M ആണ്. ഓർ റെസിസ്റ്റിവിറ്റി റോ is equal to എന്ത് വരും? ഇതിന്റെ റെസിപ്രോക്കൽ വരും M ബൈ N E സ്ക്വയർ ടോ. റോ is equal to സിഗ്മ is equal to. രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇനി ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിക്കുന്ന ഒരു കാര്യമാണ് മൊബിലിറ്റി ഓഫ് ചാർജ്. മൊബിലിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് മൊബിലിറ്റി. μ1 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. μ is equal to VD by E ആണ്. VD എന്താണ് നമുക്കറിയാം. എന്താണ് VD? VD E by M into ടോ. അതിനകത്ത് നമ്മൾ എന്തെടുക്കുന്നു? ഈ ക്യാൻസൽ ആയി പോകുന്നു. അപ്പൊ എന്ത് വരും? ഈ ടോ ബൈ M. ഇതാണ് നമ്മുടെ മൊബിലിറ്റിയുടെ ഇക്വേഷൻ. മൊബിലിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് മ്യൂ. മ്യൂ is equal to VD by E is equal to E ടോ ബൈ M. മൊബിലിറ്റിയുടെ ഇക്വേഷൻ. അപ്പൊ നമ്മളിവിടെ നോക്കിയാല് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഡ്രിഫ്റ്റ് കറണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഈ ഡെറിവേഷൻസും എല്ലാവരും പഠിക്കേണ്ട ആവശ്യമാണ്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഒരു കണ്ടക്ടറിലെ ഇലക്ട്രോൺസിന് കിട്ടുന്ന ആവറേജ് വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദാറ്റ് ഈസ് A is equal to എന്ത് വരും? F by M. ദാറ്റ് ഈസ് അതിനകത്തുനിന്ന് മൈനസ് E by M. then VD is equal to മൈനസ് E by M into ടോ എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ. ഡ്രിഫ്റ്റ് സ്പീഡ് ആണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ നമ്മൾ ഒഴിവാക്കിയിട്ടെടുക്കുന്നു. ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് നമ്മൾ ടോട്ടൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ ചാർജ് ബൈ ടൈം. അതാണ് ഡ്രിഫ്റ്റ് കറണ്ട്. അതിനകത്ത് നമ്മൾ ജെയുടെ ഇക്വേഷൻ നമുക്കറിയാം. J is equal to I/A. അതിനകത്ത് സിഗ്മയുടെ വാല്യൂ, സിഗ്മ മീൻസ് കണ്ടക്ടിവിറ്റിയും റോയുടെ ഇക്വേഷനും റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷന് നമ്മൾ എടുക്കുന്നു. നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റോ is equal to M by N E സ്ക്വയർ ടോ. അത് വെച്ചാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഒരു ചെറിയ പോർഷൻ കൂടിയുണ്ട് ഇതിനനുബന്ധമായിട്ട് നമ്മൾ പഠിച്ച ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ്. എല്ലാ കേസിലും നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സിന് നമ്മൾ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഓംസ് ലോയിനെ അനുസരിക്കാത്ത ഒബേ ചെയ്യാത്ത കണ്ടക്ടേഴ്സിനെ നമ്മൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. അപ്പൊ ഓമിക് കണ്ടക്ടേഴ്സ് ആണ് സാധാരണ നമ്മൾ നിക്കോം അതൊക്കെ ഓമിക് കണ്ടക്ടേഴ്സ് ആണ്. ഓംസ് ലോ അനുസരിക്കാത്താണ് ഡയോഡ്. നോൺ ഓമിക് കണ്ടക്ടേഴ്സിൽ വരുന്നതാണ് അതൊക്കെ. ഓംസ് ലോയുടെ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് 3 ലിമിറ്റേഷൻസ് ആണ്. നമുക്കറിയാം ഓംസ് ലോ V is proportional to I ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ഗ്രാഫ് കിട്ടേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് V is proportional to. ഇവിടെ നമ്മൾ I എടുക്കുന്നു, ഇവിടെ V എടുത്താൽ നമുക്ക് കിട്ടേണ്ട ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ്. പക്ഷെ നമുക്ക് എല്ലാ കേസിലും സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടില്ല. ചില കേസിൽ നമുക്ക് ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുക. അപ്പൊ ഒന്നാമത്തെ ലിമിറ്റേഷൻ ആണ്. രണ്ടാമത്തെ കേസ് നമ്മൾ എടുത്താല് ഈ ഐയുടെ കിട്ടുന്ന ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് വിയുടെ സൈനെ അനുസരിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസിംഗ് ആണോ റിവേഴ്സ് ബയാസിംഗ് ആണോ? ഇപ്പൊ പ്രത്യേകിച്ചും ചില കേസിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടുന്ന ഫോർവേഡ് ബയാസിംഗിൽ ഇങ്ങനെ കിട്ടും, റിവേഴ്സ് ബയാസിംഗിൽ വരുമ്പോൾ ഇങ്ങനെ. അതായത് വി പോസിറ്റീവ് ആകുന്ന കേസിൽ ഇങ്ങോട്ട്, ഇവിടെ നമ്മൾ ഐ തന്നെ എടുക്കുന്നത് വി നെഗറ്റീവ് ആകുന്ന കേസിൽ ഗ്രാഫ് ഇങ്ങോട്ടുമായിട്ട് പോകും. അപ്പൊ ഇത് രണ്ടാമത്തെ ലിമിറ്റേഷൻ ആണ്. മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഐക്ക് വിക്ക് ഒന്നിലധികം വാല്യൂസ് കിട്ടും. അപ്പൊ നമ്മൾ ഗ്രാഫ് വരച്ചാൽ ഗ്രാഫിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്ന വാല്യൂസ്. ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഐയുടെ സ്ഥാനത്ത് നമുക്ക് വിക്ക് പല വാല്യൂസ് കിട്ടും. ഗാലിയം ആർസനൈഡ് ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പം 3 ലിമിറ്റേഷൻസ് ഓംസ് ലോ എന്താണ്, ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് തീരുകയാണ്. എല്ലാവരും ഇത് നോട്ട് കൃത്യമായിട്ട് എഴുതുക. 1-2 പ്രോബ്ലംസും കൂടി ഞാൻ ഇതിന്റെ കൂടെ തരുന്നുണ്ട്, അതും ചെയ്ത് നോക്കുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ പഠിക്കാം, മനസ്സിലായില്ല പിന്നെ എഴുതാമെന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ടുള്ള സമയമില്ല. എല്ലാവരും ഇത് പഠിക്കുക. ഓക്കെ.